ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്വന്തം മില്ലായ കോക്കനട്ട് ഓയിൽ മില്ലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ കാണുന്നതൊക്കെ ഓയിലാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മൾ ആട്ടി വെച്ചിട്ട് ഇത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്, കാരണം ഇപ്പോൾ തണുപ്പായിട്ടുള്ളൊരു സീസൺ ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമ്മളുടെ കൊപ്ര, അല്ലെങ്കിൽ നമ്മൾ ഉണക്കിയ തേങ്ങ. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ആട്ടി ഓയിലെടുക്കുന്നത്. ഇതൊക്കെ കാണുന്നത് ബോട്ടിൽസാണ് കേട്ടോ. നമ്മൾ ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബോട്ടിലാണത്. ഇത് ക്യാനുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ 1-2 ലിറ്ററിനേക്കാളും കൂടുതൽ ക്യാനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ബോട്ടിൽസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ അല്ലാതെ തന്നെ വേറെ ഓയിലുകൾ നമ്മൾ വിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സീന്ന് എഴുതിയിട്ടുണ്ട്, ഇത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. അപ്പം കാസ്റ്റർ ഓയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് മസ്റ്റർഡ് ഓയിൽ, പിന്നെ കടലെണ്ണ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, അങ്ങനെ പിന്നെ സെസമൻ ഓയിൽ, അങ്ങനെ എല്ലാ ഓയിലും നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ മാത്രം നമ്മൾ എടുക്കുന്നില്ല, ബാക്കിയുള്ള ഓയിലുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ ക്യാപ്പിൽ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് എസും സിയും എമ്മും എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ മിഷൻ, കണ്ടില്ലേ. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഉണക്കിയ തേങ്ങ ഞാൻ ഇപ്പോൾ കാണിച്ചായിരുന്നല്ലോ, ആ ഒരു തേങ്ങ ഉണങ്ങിയ നല്ല ഡ്രൈ ആയ തേങ്ങ ഇതിലേക്ക് ഇട്ടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നല്ല ഒരു ഓയിൽ കിട്ടും. മിഷനിൽ നിന്ന് വരുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പം എന്തേ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഡ്രമ്മിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. കാണാനൊരൊക്കെ പാലിൻ്റെ രൂപത്തിലുണ്ട് കേട്ടോ. അപ്പം ഇത് എണ്ണ ഉറങ്ങിയതാണ്, അല്ലെങ്കിൽ കട്ടയായതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടിയ എണ്ണയുടെ താഴത്തെ കരടൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് ഫിൽട്ടർ ആയതിനു ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മൾ മില്ലിൽ വെച്ചേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പിന്നെ മെൽട്ടാക്കിയിട്ടാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്നത്. അപ്പം ഇത് അതുപോലെ തന്നെ ഇത് നമ്മളുടെ ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. അപ്പം ഈ കാസ്റ്റർ ഓയിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കടലെണ്ണ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, അതും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുറത്തുനിന്നൊക്കെ തേങ്ങ ആൾക്കാർ കൊണ്ടുവരുവാണെങ്കിൽ, ഉണക്കിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളത് ആട്ടിയും കൊടുക്കും കേട്ടോ. അപ്പം അവർക്ക് പിണ്ണാക്ക് വേണമെങ്കിൽ പിണ്ണാക്ക് കൊടുക്കും, അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയും നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ പിണ്ണാക്കും സെയിൽ ചെയ്യും കേട്ടോ. കടല പിണ്ണാക്കും പിന്നെ തേങ്ങ പിണ്ണാക്കും ഇവിടെ നമ്മൾ സെയിലും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ബാക്കിയുള്ള ഓയിലുകൾ നമ്മൾ കുറച്ചായിട്ടാണ് നമ്മൾ ആക്കി വെക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഓയിൽ മില്ല് വരുന്നത് കുശാലനഗർ താലൂക്കിലെ ബസവനള്ളി പറയുന്ന മെയിൻ റോഡ് തന്നെ ആണ് ഞങ്ങളുടെ ഈ ഒരു മില്ലുള്ളത്. ഓയിൽ മില്ലും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഫ്ലോർ മില്ലും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.